സ്വർഗം പിറന്ന രാത്രി. യൂദയായിലെ അതിമനോഹരമായ കൊച്ചു ഗ്രാമം ബത്ലഹേം. ഗ്രാമത്തിലെ ഏവർക്കും പ്രിയപ്പെട്ടവനാണ് യാക്കോബ്. പക്ഷേ യാക്കോബ് എന്ന പേര് അവൻ മറന്ന മട്ടാണ്. ആര് അവൻ്റെ പേര് ചോദിച്ചാലും ദാവീദ് എന്നേ പറയൂ. അങ്ങനെ വിളിക്കുന്നതാണ് അവനും ഇഷ്ടം. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടുപാടുന്നതിന് അവൻ മിടുക്കനാണ്. ഹലീൽ ഉപയോഗിച്ച് അവൻ നല്ല പാട്ടുകൾ അവതരിപ്പിക്കും. കൂടെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിയും ഉണ്ടാകും. ഒരിക്കൽ അവൻ മേച്ചിൽപ്പുറത്തുള്ള ആടുകളെ മേയ്ക്കുമ്പോൾ ചെന്നായ്ക്കൾ അവൻ്റെ ആട്ടിൻകൂട്ടത്തെ ആക്രമിച്ചു. പെട്ടെന്ന് അവൻ തൻ്റെ തെറ്റാലി ഉപയോഗിച്ച് ചെന്നായ്ക്കളെ ഓടിച്ചു. അന്ന് അവയുടെ ആക്രമണത്തിൽ ആട്ടിൻകുട്ടിയുടെ ഒരു കണ്ണിന് പരിക്കേറ്റു. ആ സംഭവത്തിന് ശേഷം കൂട്ടുകാർ അവൻ്റെ ധീരതയ്ക്ക് നൽകിയ പേരാണ് ദാവീദ്. അത് ഇസ്രായേൽ രാജാവിൻ്റെ പേരായതിനാൽ അവൻ ഏറെ സന്തോഷിച്ചു. ഉച്ചഭക്ഷണശേഷം അവൻ തൻ്റെ ഹലീൽ എടുത്ത് ഉറക്കത്താളത്തിൽ ശബ്ദമുണ്ടാക്കി. ആട്ടിൻപറ്റങ്ങൾ ഓടി വന്നു. തൻ്റെ കാൽക്കൽ അണഞ്ഞ കുഞ്ഞാടിനെ തോളത്തിട്ട് മേച്ചിൽപ്പുറത്തേക്ക് നടന്നു. അവൻ എന്നും വിശ്രമിക്കാറുള്ള ആ വലിയ മരത്തിൻ്റെ കീഴിലുള്ള പാറപ്പുറത്ത് ഇരുന്നു. അവിടെ നിന്നും നോക്കിയാൽ തൻ്റെ ആട്ടിൻപറ്റത്തെയും സൂര്യാസ്തമയവും കാണാം. അസ്തമയ സമയത്താണ് അവൻ തിരിച്ചു വരാറുള്ളത്. അവൻ ഖലീലിൽ പാട്ട് പാടാൻ തുടങ്ങി. ഏറെ കഴിഞ്ഞപ്പോൾ താഴെ തൻ്റെ ആട്ടിൻകുട്ടി തപ്പിത്തടഞ്ഞു മേയുന്നത് നോക്കിയിരുന്നു. അവൻ ഏറെ സങ്കടപ്പെട്ട് അന്നും പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ആട്ടിൻകുട്ടിയുടെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ അങ്ങയുടെ സന്നിധിയിൽ യാഗങ്ങൾ അർപ്പിക്കാം. ആ വലിയ മരത്തിൻ്റെ ചാരിയിരുന്ന് അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടി. നദിക്കരയിൽ നിന്ന് വരുന്ന ഇളം കാറ്റ് മെല്ലെ അവനെ തലോടി. അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നൊരു സംഗീതം കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി. അവിടമാകെ പ്രകാശത്തിൽ മുങ്ങിയിരിക്കുന്നു. തൻ്റെ മുമ്പിൽ ശുഭവസ്ത്രധാരിയായ ഒരാൾ പാട്ടുപാടുകയും തൻ്റെ പ്രിയപ്പെട്ട ആട്ടിൻകുട്ടി ചുറ്റും ചാടിക്കളിക്കുകയും ചെയ്യുന്നു. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് നോക്കി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഉച്ചത്തിലുള്ള ആ ശബ്ദം കേട്ട് അവൻ ഞെട്ടിയുണർന്നു. താൻ ഇത്രയും സമയം കണ്ടത് സ്വപ്നമായിരുന്നോ? അവൻ കണ്ണുകൾ തുടച്ച് ചുറ്റും നോക്കി. ചുറ്റും ഇരുൾ വീണിരിക്കുന്നു. പക്ഷേ അവൻ്റെ തലയ്ക്ക് മുകളിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഒരു നക്ഷത്രം തിളങ്ങി നിന്നു. ക്രമേണ അത് ചലിക്കാൻ തുടങ്ങി. അവൻ തൻ്റെ ആടുകളെ നോക്കി. അവ ദൂരെ ഓടി മറയുന്നതായി അവന് തോന്നി. തൻ്റെ കുഞ്ഞാട് കാഴ്ച തിരിച്ചു കിട്ടിയതുപോലെ തുള്ളിച്ചാടി അവയ്ക്ക് പിറകെ ഓടുന്നത് കണ്ടു. അവൻ ഉയരത്തിൽ ആണെന്ന് മറന്ന് അവൻ പാറപ്പുറത്തു നിന്ന് ചാടി അവയ്ക്ക് പിറകെ ഓടി. നക്ഷത്രം അവയ്ക്ക് മുന്നേ നീങ്ങി. പകൽ പോലെ വെളിച്ചം പകരുന്നത് എന്താണ് സംഭവിക്കുന്നത്? താൻ നേരത്തെ കേട്ട സംഗീതം അങ്ങ് ദൂരെ നിന്ന് ഉച്ചത്തിൽ മുഴങ്ങുന്നത് അവൻ കേട്ടു. അവൻ ഓടിയെത്തിയത് ഒരു വലിയ സത്രത്തിൻ്റെ പിറകിലാണ്. താൻ എവിടെയാണെന്ന് അവന് ഏകദേശം മനസ്സിലായി. തൻ്റെ ആടുകൾ ഇങ്ങോട്ടാണ് വന്നത്. അതുവരെ തനിക്ക് വഴികാട്ടിയായി വന്നിരുന്ന ആ നക്ഷത്രം തൊട്ടടുത്തുള്ള തൊഴുത്തിന് മുകളിലായി നിന്നു. തൻ്റെ കുഞ്ഞാട് യാതൊരു ശങ്കയുമില്ലാതെ അതിനകത്തൊക്കെ കയറിപ്പോകുന്നു. അവൻ അതിശയം തോന്നി. തൻ്റെ ആടുകളുമൊക്കെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നു. അവൻ പതുക്കെ അവിടേക്ക് കയറി. പിന്നാലെ ഓടിക്കിതച്ചെത്തിയ മറ്റിടയന്മാർ വിളിച്ചു ചോദിച്ചു, ദാവീദേ, എന്താണ്? അറിയില്ല എന്ന് കൈകൊണ്ട് കാണിച്ച് അവൻ അകത്തേക്ക് കയറി. തനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയും പുരുഷനും. അവർ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തു വരാൻ ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് ഒരു പുൽത്തിട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അവൻ കണ്ടത്. അവൻ സൂക്ഷിച്ചു നോക്കി. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും അവിടമാകെ പ്രകാശം പകരുന്നുണ്ടായിരുന്നു. ബെത്ലഹേമിൽ നിന്നും ഇസ്രായേലിനെ ഭരിക്കാൻ ഉള്ള ഒരാൾ പുറപ്പെടും. മിക്ക 5:2 എന്ന് മുൻപ് കേട്ട ഒരു വചനം അവനപ്പോൾ ഓർമ്മ വന്നു. അവൻ തൻ്റെ സംഗീതോപകരണം കൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ച് ആ പിഞ്ചു കുഞ്ഞിൻ്റെ കാൽക്കൽ വച്ച് വണങ്ങി ആരാധിച്ചു. അപ്പോൾ ആകാശത്ത് നിന്ന് ഇതുവരെ ഇസ്രായേലിൽ കേട്ടിട്ടില്ലാത്ത സംഗീതം ഉയർന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ
സന്മനസ്സുള്ളവർക്ക് സമാധാനം.